ഇപ്പോൾ പത്തനംതിട്ടയിൽ പോളിംഗ് അല്പം മന്ദഗതിയിലായിരിക്കുന്നു എന്ന വിവരമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം അത്ര കുറവല്ല നേരത്തെ രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്മൃതി, പത്തനംതിട്ടയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. വോട്ടിംഗ് ശതമാനം എത്രയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവിലെ പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ വലിയ ക്യൂ തന്നെയാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. രാവിലെ 11 മണി വരെയുള്ള സമയം, അതായത് 4 മണിക്കൂർ കൊണ്ട് പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനം 20 കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 20.17% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും, നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും വലിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിക്കൽ SNB ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ വലിയ നിര തന്നെ കാണുന്നുണ്ട്. സുരക്ഷാ സന്നാഹങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ ബൂത്തുകളിലും ഈ കാഴ്ച തന്നെയാണ്. വലിയ തിരക്ക് തന്നെ. കാലാവസ്ഥ അല്പം ചൂട് കൂടുതലാണെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കനത്ത പോളിംഗിലേക്ക് പത്തനംതിട്ട പോകുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ രാവിലെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അതിൻ്റെ വോട്ടിംഗ് സമയത്ത് ചില തകരാറുകളൊക്കെ സംഭവിച്ചിരുന്നു. അത് പലയിടങ്ങളിലായി 15-ലധികം ഇടങ്ങളിൽ ഇത്തരത്തിൽ തകരാറുകൾ, സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിരുന്നു. അത് ഉടൻ തന്നെ ആ തകരാറുകൾ പരിഹരിക്കുകയും ചെയ്തു. രാവിലെ തന്നെ അടൂർ പ്രകാശ് അടൂരിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തൊട്ടുപുറകെ ചിറ്റയം ഗോപകുമാറും ഡെപ്യൂട്ടി സ്പീക്കർ എത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ആന്റണി പത്തനംതിട്ട കാതലുക്കിറ്റ് സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മന്ത്രി വീണ ജോർജും പത്തനംതിട്ടയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മറ്റ് 2 സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയും തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തി. അനിൽ ആന്റണി, ഒപ്പം തന്നെ തോമസ് ഐസക് എന്നിവർ. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ കനത്ത പോളിംഗ് നടക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിനിടെ വീണ്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഈ പോളിംഗ് സമയത്ത് പോലും അത് UDF സ്ഥാനാർത്ഥി ആന്റണിയാണ് അക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. കള്ളവോട്ടിനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ആന്റണി ഉന്നയിച്ചു. ഒപ്പം തന്നെ ഈ ബാലറ്റിൽ താമര ചിഹ്നം വലിയ വലിപ്പത്തിലാണ് ഉള്ളതെന്ന ഒരു ആക്ഷേപം കൂടി UDF സ്ഥാനാർത്ഥി ആന്റണി ഉന്നയിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ, വരണാധികാരിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ രേഖാമൂലം ഈ വിഷയത്തിൽ പരാതി നൽകും എന്നാണ് UDF സ്ഥാനാർത്ഥി ആന്റണി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾ നേരത്തെ തന്നെ ഈ കള്ളവോട്ട് വിഷയം പരാതിപ്പെട്ടിരുന്നു. അത് സാധൂകരിക്കും വിധത്തിലാണ് ചിലയിടങ്ങളിൽ കള്ളവോട്ടിനുള്ള ശ്രമം നടക്കുന്നത് എന്ന് പ്രവീൺ പുരുഷോത്തമനാണ് പറയുന്നു. അതിന് ഉദാഹരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.